തെളിമയുള്ള മാനവിക ചിന്തകൾ കൊണ്ട് കലക്കങ്ങളുടെ കാലത്തുനിന്ന് സമൂഹത്തെ പ്രകാശത്തിലേക്ക് നയിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ലോകമെമ്പാടും ആഘോഷിച്ചു. ചിങ്ങമാസത്തിൽ തിരുവോണവും അവിട്ടവും കഴിഞ്ഞുള്ള ചതയ ദിനത്തിലാണ് സാധാരണ ഗുരുദേവ ജയന്തി. ഇക്കുറി ഓണം കഴിഞ്ഞുള്ള ചതയദിനം കന്നിമാസം 1-ാം തീയതി ആയതിനാലാണ് ജയന്തി ആഘോഷം നേരത്തെ ആയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ലളിതമാക്കിയിരുന്നു. കേരളത്തിൽ ജാതി വ്യവസ്ഥ ശക്തമായ കാലഘട്ടത്തിൽ ഈഴവ സമുദായത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത്. താഴ്ന്ന ജാതിക്കാരെന്ന് വിളിക്കുന്നവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം 40-ലധികം ക്ഷേത്രങ്ങളിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി. ആദിശങ്കരന്റെ പാത പിന്തുടർന്ന് സാമുദായിക സൗഹാർദ്ദവും സഹോദര്യവും പ്രചരിപ്പിക്കാനാണ് ഗുരു ശ്രമിച്ചത്. മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലായി 40-ലധികം കൃതികളും ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുണ്ട്. 1928 സെപ്റ്റംബർ 20-നാണ് ശ്രീനാരായണ ഗുരു അന്തരിച്ചത്. മരണം സംഭവിച്ച പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങൾ കേരളീയ ജീവിതത്തിന്റെ ജീവനാഡിയാണ്. 97 വർഷം മുൻപ് ഗുരുദേവനെ ഫ്രഞ്ച് ചിന്തകനും നൊബേൽ ജേതാവുമായ റൊമാങ് റോളങ് വിശേഷിപ്പിച്ചത് കർമ്മനിരതനായ ജ്ഞാനി എന്നാണ്. ഗുരുദേവൻ അക്ഷരാർത്ഥത്തിൽ ഒരു ജ്ഞാനയോഗിയായിരുന്നു. ഗുരു ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും ഈ തത്വമാണ് പ്രകാശിപ്പിച്ചത്. 70ഓളം വരുന്ന കൃതികളിലൂടെ ഗുരു ചമച്ചുവെച്ച വിശ്വദർശനം ഇന്നിന്റെയും നാളെയുടെയും ദർശനമാണ്. SNDP യോഗം പുതുക്കാട് യൂണിയൻ തെക്കേത്തുറവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. കൃഷ്ണസ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് രവീന്ദ്രൻ കരവട്ട് അധ്യക്ഷനായി. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം PR വിജയകുമാർ, സനിൽ, വനിതാ സംഘം ഭാരവാഹികളായ വിനീത ഷാജു, ഷാജി വേണു, യൂണിയൻ കൌൺസിലർ രാജീവ് കരോട്ട്, ഗോപി വടക്കൂട്ട്, പത്മനാഭൻ ചേരാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് സ്വാമിയാർകുന്ന് അമ്പല കമ്മിറ്റിയുടെയും ശങ്കരാചലമഠം ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ഗുരുപൂജയും പ്രാർത്ഥനയും നടന്നു. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ശെൽവരാജ് പെരുമാറത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കർഷക അവാർഡ് നേടിയ രാജീവ് ചെറായിലിനെ ചടങ്ങിൽ ആദരിച്ചു. കൊടകര SNDP യൂണിയന് കീഴിലെ ഇഞ്ചക്കുണ്ട് ശാഖയിൽ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. SNDP യോഗം പുതുക്കാട് യൂണിയൻ വടക്കേത്തുറവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ചടങ്ങിൽ ജൈവകർഷകനായ രാജീവ് ചെറായിയെയും യോഗയിൽ 1-ാം സ്ഥാനം നേടിയ അനന്യ രാജേഷിനെയും ആദരിച്ചു. യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ, വനിതാ സംഘം എക്സിക്യൂട്ടീവ് അംഗം ഗിരിജ തിലക്, ശാഖാ സെക്രട്ടറി തിലകൻ പണിക്കുവീട്ടിൽ, വൈസ് പ്രസിഡന്റ് സുരേഷ് കദളി എന്നിവർ സന്നിഹിതരായിരുന്നു.